നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2026 സുരേഷ് ഗോപിയെ BJP തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ? ഇത്തരമൊരു ചോദ്യമാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു കേൾക്കുന്നത്. BJPക്ക് 2026 കേരളത്തിൽ ചില സീറ്റുകളിലെങ്കിലും നല്ല സാധ്യതയുണ്ടെന്ന് ആ പാർട്ടിക്ക് പുറത്തുള്ളവർ പോലും അല്ലെങ്കിൽ BJPയുടെ വിമർശകർ പോലും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശ്ശൂർ പിടിച്ച പോലെ ഈ സൂപ്പർ സ്റ്റാറിനെ മുൻനിർത്തി കേരളം പിടിച്ചാലോ എന്നൊരു ആലോചന BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. സുരേഷ് ഗോപിയെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ എന്തായിരിക്കും രാഷ്ട്രീയ നേട്ടം എന്നുള്ള ചർച്ചകൾ ഡൽഹി BJP നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ നിലവിൽ സുരേഷ് ഗോപി അല്ലാതെ മറ്റാരും ഇല്ലാതാനും. കെ സുരേന്ദ്രനെ പോലെയുള്ളവരെ, ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരെയൊന്നും മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയാൽ പാർട്ടി പച്ച പിടിക്കില്ലെന്നാണ്, അല്ലെങ്കിൽ പച്ച തൊടില്ലെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവരുടെ അഭിപ്രായം. അപ്പോഴാണ് സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ഒരു പരീക്ഷണം. ലോക്സഭാ സീറ്റിലെ പരീക്ഷണം വിജയിച്ചതോടെ നിയമസഭാ സീറ്റിലും സുരേഷ് ഗോപിയെ മുൻനിർത്തി അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒരു പരീക്ഷണം നടത്തിക്കളയാമെന്ന് BJP കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. BJP അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദ, സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇവരെല്ലാം ഈ വിഷയം പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ BJPക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന മികച്ച മുഖം എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയെ നിയമസഭയിലേക്ക് ഉയർത്തിക്കാട്ടിയാൽ അത് പാർട്ടിക്ക് വലിയ തോതിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊരു വിലയിരുത്തലിലാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇതിന് പാടെ എതിരാണ്. അക്കാര്യത്തിൽ സുരേന്ദ്രൻ വിരുദ്ധർ എന്നൊന്നുമില്ല. സുരേഷ് ഗോപിയെ എതിർക്കുന്ന കാര്യത്തിൽ BJPയിലെ ഏറെക്കുറെ എല്ലാവരും, സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടാണ്. പക്ഷേ RSSന്, BJPയിലെ RSS വിഭാഗത്തിന് സുരേഷ് ഗോപിയോട് ചെറുതല്ലാത്ത ഒരു താല്പര്യമുണ്ട്. സുരേഷ് ഗോപിയെ ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനൊന്നും BJPക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പറയാനുള്ള കഴിവോ ആർജവമോ ഒന്നും BJP നേതൃത്വത്തിലില്ല. കാരണം ഒരു സീറ്റ് കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്നുള്ള അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ നാളുകളിലെല്ലാം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി വരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20% വോട്ടുകൾ കരസ്ഥമാക്കാൻ BJPക്ക് കഴിഞ്ഞു. ആ 20% വോട്ടുകൾ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ 5-6 സീറ്റുകൾ BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോഴാണ് സുരേഷ് ഗോപിയെ പോലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മുഖത്തിന് ഒരു പ്രാധാന്യം ലഭിക്കുന്നത്. ഇതുവരെ BJPക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായില്ല. ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊന്നും പറയാനുള്ള ധൈര്യം BJP നേതൃത്വത്തിന് ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ ധൈര്യം കേന്ദ്ര നേതൃത്വത്തിന് എങ്ങനെ ഉണ്ടായെന്നുകൂടി നമ്മൾ ആലോചിക്കണം. കേന്ദ്ര BJP നേതൃത്വം ഇടയ്ക്കിടെ കേരളത്തിൽ BJPയുടെ ഭാവിയെക്കുറിച്ച് സർവേ നടത്താറുണ്ട്. അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും ഒരു സർവേ നടത്തി. ആ സർവേയിൽ അവർ കണ്ടെത്തിയത് സുരേഷ് ഗോപി പറഞ്ഞ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വിജയിച്ചില്ലെങ്കിലും ഇത്ര കടുത്ത ഒരു പരാജയം ഉണ്ടാകില്ല എന്നായിരുന്നു. കാരണം സുരേഷ് ഗോപി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അത്യാവശ്യം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളൊരു സന്ദേശം ഈ സർവേയിൽ കിട്ടിയത്രേ. കാരണം അദ്ദേഹത്തെ ഇതുപോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കേരളം മുഴുവൻ യാത്ര ചെയ്യാൻ അനുവദിച്ചാൽ എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നും, അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന് മേൽക്കൈ ഉണ്ടായാൽ മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കഴിയുമെന്നും, ആ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ചുമതല കൂടി അദ്ദേഹം ഏറ്റെടുക്കുകയാണെങ്കിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളും കുറഞ്ഞപക്ഷം BJP ജയിക്കുമെന്ന് അവർ കരുതുന്ന നിയോജക മണ്ഡലങ്ങളിലെങ്കിലും സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വലിയ പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിടാൻ കഴിയുമെന്നും അതും ഏതാനും കുറേ സീറ്റുകൾ നേടാൻ സഹായിക്കുമെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ചുരുക്കത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പണ്ട് രാജഗോപാലിനൊക്കെ ഏത് മണ്ഡലത്തിലും നിർത്താമെന്ന് പറയുമായിരുന്നു BJP. അതുപോലെ തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ഏറെക്കുറെ മികച്ചതെന്ന് അവർ കരുതുന്ന A ക്ലാസ് മണ്ഡലങ്ങളിലെങ്കിലും
പൂർണ്ണമായും പ്രചരണത്തിന് ഇറക്കുകയും ഭരണം കിട്ടിയാൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു ഭരണത്തിലേക്ക് അടുക്കുന്ന സാഹചര്യമുണ്ടായാൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിക്കാൻ ഒരുപക്ഷെ അതൊരു കടന്നായിയാണെന്നൊക്കെ നമുക്ക് തോന്നും. കാരണം കേരളത്തിലെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരാൾക്ക് അതിനൊന്നൊരു സാധ്യതയും ചിലപ്പോൾ കാണുകയില്ല. പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ കേരളത്തിൽ കിട്ടിയ ഏറ്റവും മികച്ച ആയുധം സുരേഷ് ഗോപി തന്നെയാണ്. ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാവ് സുരേഷ് ഗോപി തന്നെയാണ്. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പിടിച്ചെടുത്ത പോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2026 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കേരളത്തിൽ അവതരിപ്പിച്ചാൽ ബി ജെ പിക്ക് അത് രാഷ്ട്രീയമായി വളരെ ഗുണം ചെയ്യുമെന്നും 2026 തെരഞ്ഞെടുപ്പ് 2031 തെരഞ്ഞെടുപ്പിൽ പോലും അത്തരം ഒരു 15-20 വർഷത്തെ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്ലാനിംഗ് ആണ് ബി ജെ പി കേരളത്തിൽ നടത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ ഏറ്റവും മികച്ച ഒരു ജനപ്രിയ നേതാവ് കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കാവുന്ന ആകെയുള്ള ജനപ്രിയ നേതാവ് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കരുതുന്നത്. പക്ഷേ കേരളത്തിലെ നേതൃത്വം അതിന് എതിരാണ്. അത് സുരേന്ദ്രനായാലും ശോഭയായാലും എം ടി രമേശ് ആയാലും സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തുന്നതിന് അവർ എതിരാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര ബി ജെ പി നേതൃത്വം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്.